ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ കണ്ടീഷണൽ ക്ലോസിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുമ്പോൾ ഇഫ് കണ്ടീഷൻസ് ആണ്. ഇഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ആയിരുന്നുവെങ്കിൽ, ആണെങ്കിൽ എന്നൊക്കെയുള്ള അർത്ഥം പറയുമ്പോഴാണ് ഇഫ് വരുന്നത്. അപ്പം ഇഫ് വെച്ച് തുടങ്ങുന്ന ഭാഗം മൊത്തം കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയും. അതെപ്പോഴും സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും. ആ ഇഫ് കണ്ടീഷൻ എഴുതിയിരിക്കുന്ന ഭാഗം ഒരിക്കലും അർത്ഥം പൂർണ്ണമല്ല. അത് മെയിൻ ക്ലോസിൻ്റെ കൂടെ ചേരുമ്പോൾ മാത്രമേ അതിനർത്ഥം പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ ഇഫ് കണ്ടീഷനിലെ ഭാഗം എപ്പോഴും സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും. അതിന് അതിൻ്റെതായ അർത്ഥം കാണില്ല. തൊട്ടടുത്ത് കിടക്കുന്ന വില്ല്, ക്യാന്, മേ, ഷാൽ ഇതൊക്കെ വെച്ച് എഴുതുന്ന പ്രസന്റ് ടെൻസിൽ നമ്മൾ എഴുതുന്ന മറുഭാഗത്ത് കിടക്കുന്ന സെന്റൻസ് ആണ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. ആ മെയിൻ ക്ലോസിന് സ്വന്തമായിട്ട് നിൽക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഇഫ് ക്ലോസ് എപ്പോഴും സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും. അത് മെയിൻ ക്ലോസിൻ്റെ കൂടെ ചേർന്നാൽ മാത്രമേ അതിന് അർത്ഥം ഉണ്ടാവുകയുള്ളൂ. ഇഫ് ക്ലോസ് 3 തരത്തിലുണ്ട്. ആദ്യത്തെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. പ്രോബബിൾ കണ്ടീഷൻ, സാധ്യത ഉള്ള കണ്ടീഷൻ എന്ന് പറയും. പ്രോബബിൾ കണ്ടീഷൻ ഓർ ലൈക്ക്ലി കണ്ടീഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. പ്രോബബിൾ എന്ന് പറഞ്ഞാൽ സാധ്യത ഉണ്ട് എന്നാണ്. പ്രോബബിൾ ഓർ ലൈക്ക്ലി കണ്ടീഷൻ. എക്സാമ്പിൾ നോക്കാം. ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായി പഠിക്കുകയാണെങ്കിൽ, യു വിൽ വിൻ, നീ ജയിക്കും. നീ നന്നായി പഠിക്കുകയാണെങ്കിൽ നീ ജയിക്കും. ഇഫ് യു ഇൻവൈറ്റ് ഹർ, നീ അവളെ ക്ഷണിക്കുകയാണെങ്കിൽ അവൾ വരും. അപ്പം ഇനി സമയമുണ്ട്, പഠിക്കാനും ക്ഷണിക്കാനും ഒക്കെ ഇനി സമയമുണ്ട്. അപ്പം നീ നന്നായി പഠിക്കുകയാണെങ്കിൽ നീ ജയിക്കും. അതുപോലെ നീ അവളെ ക്ഷണിക്കുകയാണെങ്കിൽ അവൾ വരും. അപ്പം ഇതിന് രണ്ടിനും സാധ്യതയുണ്ട്. സാധ്യതയുള്ള സെന്റൻസിനെ, കണ്ടീഷനെയാണ് ലൈക്ക്ലി ഓർ പ്രോബബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതാണ് ഇഫ് ക്ലോസിൻ്റെ ആദ്യത്തെ കണ്ടീഷൻ. അതിൻ്റെ ഫോം എന്ന് പറയുന്നത് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. ഇഫ് പ്ലസ് സബ്ജക്റ്റ്, ഇഫ് യു സ്റ്റഡി, പ്രസന്റ് ടെൻസ്, നീ പഠിക്കുകയാണെങ്കിൽ, മറുഭാഗത്ത് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് പ്രസന്റ് ടെൻസ് V1 ആണ് വരുന്നത്. നീ ജയിക്കും. നീ അവളെ ക്ഷണിക്കുകയാണെങ്കിൽ, ഇഫ് യു ഇൻവൈറ്റ് ഹർ, ഷീ വിൽ കം, അവൾ വരും. അപ്പോൾ ഇതിൻ്റെ ഫോം എന്ന് പറയുന്നത് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പ്രസന്റ് ടെൻസ് V1 വരുമ്പോൾ ഇഫ് കണ്ടീഷൻ എപ്പോഴും സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും. തൊട്ടടുത്ത് കിടക്കുന്നത് മെയിൻ ക്ലോസ് ആണ്. യു വിൽ വിൻ അല്ലെങ്കിൽ യു വിൽ പാസ്. ഇഫ് യു സ്റ്റഡി വെൽ, യു വിൽ പാസ്. ഇഫ് യു ഇൻവൈറ്റ് ഹർ, ഷീ വിൽ കം, അവൾ വരും. അപ്പം അവിടെ വില്ലിന് പകരം ക്യാന്, ഷാല്, മേ ഇതെല്ലാം ഫസ്റ്റ് കണ്ടീഷനിൽ എഴുതാം. ഇത്രയാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രോബബിൾ ഓർ ലൈക്ക്ലി കണ്ടീഷൻ. സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. നീ പഠിക്കുകയാണെങ്കിൽ നീ ജയിക്കും. നീ അവളെ ക്ഷണിക്കുകയാണെങ്കിൽ അവൾ വരും. അപ്പം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ ഫോം എന്ന് പറയുന്നത് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് V1 വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൻ്റെ അവിടെ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് വേണം എഴുതാൻ. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇംപ്രോബബിൾ ഓർ അൺലൈക്ക്ലി കണ്ടീഷൻ. ആദ്യത്തത് ലൈക്ക്ലി ആയിരുന്നു. ഇത് ഇംപ്രോബബിൾ ഓർ അൺലൈക്ക്ലി കണ്ടീഷൻ അല്ലെങ്കിൽ ഇമാജിനറി കണ്ടീഷൻ എന്നും പറയാം.
സംഭവിക്കാൻ സാധ്യതയില്ലാത്ത സാങ്കല്പികമായിട്ടുള്ള ഒരവസ്ഥയാണ്. എക്സാമ്പിൾ പറയാം. ഇഫ് യു സ്റ്റഡീഡ് വെൽ, നീ നന്നായി പഠിച്ചിരുന്നുവെങ്കിൽ നീ ജയിച്ചേനെ. യു വുഡ് പാസ്. ഇഫ് യു സ്റ്റഡീഡ് വെൽ you would pass. If you invited her, she would come. നീ അവളെ ക്ഷണിച്ചിരുന്നുവെങ്കിൽ അവൾ വന്നേനെ. ആ രീതിയിലാണ് അർത്ഥം മാറുന്നത്. നീ അവളെ ക്ഷണിച്ചിരുന്നുവെങ്കിൽ അവൾ വന്നേനെ. ആദ്യത്തേതാണെങ്കിൽ നീ അവളെ വിളിച്ചാൽ അവൾ വരും. അതാണ് ആദ്യത്തേത്. ഇത് നീ അവളെ വിളിച്ചിരുന്നെങ്കിൽ അവൾ വന്നേനെ. ഇതാണ് അതിൻ്റെ അർത്ഥം വ്യത്യാസം വരുന്നത്. ഇത് നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. ഇത് ഇമാജിനറി കണ്ടീഷൻ എന്ന് പറയുന്നത് സാങ്കല്പികമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. സാങ്കല്പികമാണ്. ഇത് നടക്കാൻ ഒട്ടും സാധ്യതയില്ല. നീ അവളെ ക്ഷണിക്കുകയാണെങ്കിൽ, ക്ഷണിച്ചിട്ടില്ല, നീ ക്ഷണിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പം നീ ക്ഷണിച്ചിരുന്നുവെങ്കിൽ അവൾ വന്നേനെ. ഷീ വുഡ് കം. അപ്പം അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ടെൻസ് ആണ് വരുന്നത്. ഇഫ് യു സ്റ്റഡീഡ് വെൽ, മറുഭാഗത്ത് അതായത് മെയിൻ ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് പ്രസന്റ് ടെൻസ് V1, അതാണ് എപ്പോഴും സെക്കൻഡ് കണ്ടീഷനിൽ വരുന്നത്. ഇഫ് യു സ്റ്റഡീഡ് വെൽ, സ്റ്റഡീഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം അവിടെ നീ പഠിച്ചിരുന്നുവെങ്കിൽ നീ ജയിച്ചേനെ. യു വുഡ് പാസ്. ഇഫ് യു വൺ ദ ലോട്ടറി യു വുഡ് ബൈ എ കാർ. നിനക്ക് ലോട്ടറി അടിച്ചിരുന്നുവെങ്കിൽ നീ കാറ് വാങ്ങിയേനെ. അപ്പം ആ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇംപ്രോബബിൾ ഓർ അൺലൈക്ലി കണ്ടീഷൻ അല്ലെങ്കിൽ ഇമാജിനറി കണ്ടീഷൻ എന്ന് പറയാം. സാങ്കല്പികം മാത്രമാണ്. ഇത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ടെൻസ്, വെറും പാസ്റ്റ് ടെൻസ് ആയിരിക്കും. മറുഭാഗം സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് പ്രസന്റ് ടെൻസ് ആണ്. V1 ആണ് വരുന്നത്. വുഡിന് പകരം ഷുഡ് ചേർക്കാം, കുഡ് ചേർക്കാം, മൈറ്റ് ചേർക്കാം. പ്രസന്റ് ടെൻസിൽ നേരത്തെ നമ്മൾ എഴുതിയത് ഷാല്, ക്യാന്, മേ, ഇതിൻ്റെ എല്ലാം പാസ്റ്റ് ടെൻസ് ആണ് സെക്കൻഡ് കണ്ടീഷനിൽ മെയിൻ ക്ലോസിൽ വരുന്നത്. ഇനി തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇംപോസിബിൾ കണ്ടീഷൻ. ഒരിക്കലും സാധ്യമാകാത്ത കാര്യങ്ങളാണ്. ഒരിക്കലും നടക്കാത്ത, സംഭവിക്കാനേ സാധ്യതയില്ലാത്ത, ഇംപോസിബിൾ, അസാധ്യമായ കാര്യങ്ങളെയാണ് ഇംപോസിബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് ഹെർ, ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാഡ് വന്നിട്ടുണ്ട്. ഹാഡും V3യും കൂടെ വരും. ഹാഡും ഒരു V3 വെർബും കൂടി വരുന്നതിനെയാണ് തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇംപോസിബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് ഹെർ, നീ അവളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഷീ വുഡ് ഹാവ് കം, അവൾ വന്നിട്ടുണ്ടാകുമായിരുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. ഷീ വുഡ് ഹാവ് കം. അപ്പം തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 സബോർഡിനേറ്റ് ക്ലോസ് ആയ ഇഫ് ക്ലോസിൽ വരുമ്പോൾ മെയിൻ ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് വുഡ് ഹാവ് പ്ലസ് V3 വരും. വെർബിൻ്റെ V3 വരും. ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഇഫ് ദ ഡ്രൈവർ ഹാഡ് സീൻ ദ സിഗ്നൽ, ഡ്രൈവർ സിഗ്നൽ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ he would have stopped the car,
അദ്ദേഹം കാറ് നിർത്തിയിട്ടുണ്ടാകുമായിരുന്നു. അപ്പൊ ഇത് ഒട്ടും നടക്കാൻ സാധ്യതയില്ലാത്ത, അതായത് അസംഭവ്യമായിട്ടുള്ള ഒരു കാരണമാണ് ഇവിടെ വരുന്നത്. അതാണ് തേർഡ് കണ്ടീഷൻ, ഇംപോസിബിൾ കണ്ടീഷൻ. ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യങ്ങളാണ്, ഇംപോസിബിൾ, അസാധ്യമായ കാര്യങ്ങളാണ് തേർഡ് കണ്ടീഷനിൽ വരുന്നത്. അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഫ് തേർഡ് കണ്ടീഷനിലെന്ന് പറയുമ്പോൾ ഇഫ് പ്ലസ് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 ഓഫ് ദ വെർബ്, V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരികയാണെങ്കിൽ മെയിൻ ക്ലോസിൽ സബ്ജക്ട് പ്ലസ് വുഡ് ഹാവ് പ്ലസ് V3 ഓഫ് ദ വെർബ്, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിൽ ചേർക്കാനുള്ളത്. അപ്പോൾ ഈ 3 കണ്ടീഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, സെക്കൻഡ് കണ്ടീഷനും തേർഡ് കണ്ടീഷനും കൂടി മാറിപ്പോരുത്. ഇപ്പം സെക്കൻഡ് കണ്ടീഷൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. 5 were a bird, ഞാൻ ഒരു പക്ഷി ആയിരുന്നുവെങ്കിൽ ഞാൻ പറന്നേനെ. I would fly എന്നാണ് വരുന്നത്. അപ്പം അവിടെ വേറെ WERE, ഈ 5 were a bird, അവിടെ ഒരു പാസ്റ്റ് ടെൻസ് വേർഡ് മാത്രമേ ഉള്ളൂ. അപ്പം ഏതെങ്കിലും ഒരു ഇഫ് ക്ലോസിൽ പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന ഒരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് സെക്കൻഡ് കണ്ടീഷനാണ്. അതല്ല, ആ പാസ്റ്റ് ടെൻസ് വെർബിന്റെ മുമ്പിൽ ഹാഡ് ഉണ്ടോ എന്ന് നോക്കണം. ഹാഡും ഒരു V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ആണ് എപ്പോഴും തേർഡ് കണ്ടീഷനിൽ വരുന്നത്. അതും കൂടെ ഉണ്ടെങ്കിൽ അത് എപ്പോഴും തേർഡ് കണ്ടീഷൻ ആയിരിക്കും. അപ്പം മെയിൻ ക്ലോസ് എഴുതുമ്പം സബ്ജക്ട് പ്ലസ് വുഡ് ഹാവും V3 ആണ് വരേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇഫ് യു സ്റ്റോപ്ഡ് ഡ്രിങ്കിങ് ഡാഷ് എന്ന് തന്നിരിക്കും. ഇഫ് യു സ്റ്റോപ്ഡ് ഡ്രിങ്കിങ്, നീ കുടി നിർത്തുകയാണെങ്കിൽ നിന്റെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്തേനെ. നീ കുടി നിർത്തുകയാണെങ്കിൽ നിന്റെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്തേനെ, മെച്ചപ്പെട്ടേനെ. അപ്പൊ ഇഫ് യു സ്റ്റോപ്ഡ് എന്നുള്ള പാസ്റ്റ് ടെൻസ് മാത്രമേ അവിടെ ഉള്ളൂ, വേറെ ഒരു വാക്കും അവിടെ ഇല്ല. ഇഫ് യു സ്റ്റോപ്ഡ് ഡ്രിങ്കിങ് യുവർ ഹെൽത്ത് വുഡ് ഇംപ്രൂവ് എന്നാണ് വരുന്നത്. വുഡും പ്രസന്റ് ടെൻസും ആണ് അവിടെ വരുന്നത്, വുഡ് ഇംപ്രൂവ്. അതേസമയം ഇഫ് യു ഹാഡ് സ്റ്റോപ്ഡ് ഡ്രിങ്കിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നീ കുടി നിർത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അപ്പം അവിടെ ഹാഡും കൂടി ചേർത്തിട്ടുണ്ട്. ഹാഡ് കഴിഞ്ഞ് സ്റ്റോപ്പിൻ്റെ V3 എന്ന് പറയുന്നത് സ്റ്റോപ്ഡ് ആണ്. അപ്പം അവിടെ ഹാഡും കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഹാഡ് ഉണ്ടോ എന്ന് നോക്കണം. ഹാഡ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് തേർഡ് കണ്ടീഷനാണ്. ഹാഡും പിന്നെ V3 കൂടെ കിടക്കുകയാണെങ്കിൽ അത് തേർഡ് കണ്ടീഷൻ ആയിരിക്കും. അതല്ല വെറും പാസ്റ്റ് ടെൻസ് വേർഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് സെക്കൻഡ് കണ്ടീഷൻ ആയിരിക്കും. അപ്പം ഇഫ് യു ഹാഡ് സ്റ്റോപ്ഡ് ഡ്രിങ്കിങ് യുവർ ഹെൽത്ത് വുഡ് ഹാവ് ഇംപ്രൂവ്ഡ്, അങ്ങനെയാണ് വരുന്നത്. വേറൊരു എക്സാമ്പിളൂടെ പറയാം. ഇഫ് ഐ ഹാഡ് മണി, അവിടെ ഒരു ഹാഡ് മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ തെറ്റിപ്പോരുത്. ഹാഡ് എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം ആ ഒരു ഒറ്റ ഹാഡ് മാത്രമേ ഉള്ളൂ, പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന ഹാഡ് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം ഇഫ് യു ഹാഡ് മണി, നിനക്ക് പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ യു വുഡ് ബിൽഡ് എ ഹൗസ്, BUILD, പ്രസന്റ് ടെൻസ് ആണ് വരുന്നത്. അപ്പം നിനക്ക് പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ നീ ഒരു വീട് വെക്കുമായിരുന്നു. നിനക്ക് പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ നീ ഒരു വീട് വെച്ചേനെ എന്നുള്ള രീതിയാണ്. നിനക്ക് പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ നീ ഒരു വീട് വെച്ചേനെ.
അപ്പം ഈ രീതിയിൽ എഴുതുക. ഇഫ് യു ഹാഡ് മണി യു വുഡ് ബിൽഡ് എ ഹൗസ്, അല്ലെങ്കിൽ ഇഫ് യു ഹാഡ് മണി യു വുഡ് ബൈ എ കാർ. വുഡ് കഴിഞ്ഞ് എപ്പോഴും പ്രസൻറ്റൻസ് ആണ് വരുന്നത്. അതേസമയം ഇഫ് യു ഹാഡ് ഗോട്ട് മണി, ഹാഡ് കഴിഞ്ഞ ഒരു V3 കിടക്കുകയാണ്, ഗെറ്റിൻ്റെ V3 ഗോട്ടാണ്. ഇഫ് യു ഹാഡ് ഗോട്ട് മണി, നിനക്ക് പൈസ കയ്യിൽ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ നീ ഒരു വീട് വാങ്ങിക്കുമായിരുന്നിട്ടുണ്ടാകും. നിന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരു വീട് വാങ്ങിയിട്ടുണ്ടായിരിക്കുമായിരുന്നു. ആ രീതിയിലാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഫോംസ് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് വരികയാണെങ്കിൽ മെയിൻ ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് പ്രസന്റ് ടെൻസ് വരും. അതിനെ ഫസ്റ്റ് കണ്ടീഷൻ പ്രോബബിൾ കണ്ടീഷൻ എന്ന് പറയും, നടക്കാൻ സാധ്യതയുള്ള കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് നടക്കാൻ സാധ്യതയില്ലാത്ത സാങ്കല്പിക കണ്ടീഷനാണ്, അൺലൈക്ലി ടു ഹാപ്പൻ ഓർ improbable condition or imaginary condition. എന്ന് പറയുമ്പം if you studied well you would pass. അടുത്തത് തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് if plus subject plus had plus എന്താണ് V3. ഇത് വന്നു കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വുഡ് ഹാവ് പ്ലസ് V3 വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മൂന്ന് കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇംപോസിബിൾ കണ്ടീഷനാണ്. ഇനി ജനറൽ ട്രൂത്തും ഫാക്ട്സും ഒക്കെ പറയുമ്പോൾ, പൊതുവായ സത്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഈ കണ്ടീഷൻസ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. സിമ്പിൾ പ്രസൻറ്റൻസിൽ തന്നെ എഴുതിയാൽ മതി. എക്സാമ്പിൾ, ഇഫ് യു ഹീറ്റ് ഐസ്. അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ പോലെ തോന്നും. ഇറ്റ് മെൽറ്റ്സ് എന്നാണ് എഴുതേണ്ടത്, ഇറ്റ് വിൽ മെൽറ്റ് അല്ല. അപ്പം ജനറൽ ആയിട്ടുള്ള ട്രൂത്ത് പറയുമ്പോൾ മറുഭാഗത്ത് കണ്ടീഷണൽ ഉപയോഗിച്ച് എഴുതേണ്ട കാര്യമില്ല. ആ വെർബിൻ്റെ പ്രസന്റ് ടെൻസ് അങ്ങ് എഴുതിയാൽ മതി. സബ്ജക്റ്റ് നോക്കിയിട്ട് IVUD വരുമ്പം വെർബിൻ്റെ കൂടെ എസ് പാടില്ല. തേർഡ് പേഴ്സൺ വരുമ്പോൾ വെർബിൻ്റെ കൂടെ എസ് വേണം. അപ്പോൾ ഇഫ് യു ഹീറ്റ് ഐസ്, ഐസ് ചൂടാക്കിയാണെങ്കിൽ അത് അലിയും. അതൊരു പൊതു സത്യമാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾ കണ്ടീഷണൽ ക്ലോസിൽ റൂള് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ജനറലായിട്ട് സിമ്പിൾ പ്രസൻറ്റൻസ് ഉപയോഗിച്ച് അങ്ങ് എഴുതിയാൽ മതി. ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ്. ഇഫ് വാട്ടർ റീച്ചസ് 100 degree ഇറ്റ് ബോയിൽസ്. ഇതുപോലെയുള്ള പൊതു സത്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കണ്ടീഷണൽ ക്ലോസിൻ്റെ നിയമം എഴുതേണ്ട ആവശ്യമില്ല. ആ സബ്ജക്റ്റ് നോക്കിയിട്ട് സിമ്പിൾ പ്രസൻറ്റൻസ് വെർബ് ഉപയോഗിച്ച് മാത്രം എഴുതിയാൽ മതി. ഇതിനെയാണ് സീറോ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീറോ കണ്ടീഷൻ റെയറായിട്ടേ വരാറുള്ളൂ. പക്ഷെ ആദ്യത്തെ 3 എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാണ്. അപ്പോൾ സെക്കൻഡ് കണ്ടീഷനും തേർഡ് കണ്ടീഷനും കൂടെ മാറിപ്പോരുത്. സെക്കൻഡ് കണ്ടീഷനിൽ ഒരൊറ്റ വെർബ് മാത്രമേ കാണുള്ളൂ. ഹാഡ് എന്ന് ഉണ്ടെങ്കിൽ ആ ഹാഡ് മാത്രമേ കാണുള്ളൂ. അതിനെ പാസ്റ്റ് ടെൻസ് ആയിട്ട് എടുക്കുക, പാസ്റ്റ് ടെൻസ് വെർബായിട്ട് എടുക്കുക. അതല്ല ഹാഡിൻ്റെ കൂടെ വേറെ V3 കിടക്കുന്നുണ്ടെങ്കിൽ, വേറെ V3 തൊട്ടടുത്ത് ഹാഡിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് എപ്പോഴും തേർഡ് കണ്ടീഷൻ ആയിരിക്കും.
മെയിൻ ക്ലോസിൽ വുഡ് ഹാവും V3 വെച്ചേ എഴുതാവും. വെറും ഹാഡ് ആണെങ്കിൽ അത് സെക്കൻഡ് കണ്ടീഷൻ. ഹാഡിൻ്റെ കൂടെ ഏതെങ്കിലും വെർബിൻ്റെ V3 കൂടെ കിടക്കണം നോക്കണം, എങ്കിൽ അത് തേർഡ് കണ്ടീഷനും ആയിരിക്കും. നിങ്ങളുടെ പേജ് നമ്പർ 37 9th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് പേജ് നമ്പർ 37 ഒരു കോളംസ് കൊടുത്തിട്ടുണ്ട്. ഇഫ് യു വാണ്ട്, ഇഫ് വരുന്നതെല്ലാം ഇതാണ്, സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഇഫ് ഭാഗം വരുന്ന എല്ലാ സബോർഡിനേറ്റ് ക്ലോസും, മറുഭാഗം വില്ല്, ക്യാന്, മേ, മൈറ്റ് ഇതൊക്കെ വരുന്നത് മെയിൻ ക്ലോസുമാണ്. അപ്പം ആ രണ്ട് ക്ലോസിനെ തിരിച്ചെഴുതാനായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 37. അതിൽ ഇഫ് യു വാണ്ട് അത് ഇഫ് കണ്ടീഷനാണ്, ഇഫ് കണ്ടീഷൻ കോളമാണ്. മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് ഐ വിൽ ട്രെയിൻ യു. അടുത്ത ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദ റേസ്, അത് ഇഫ് ക്ലോസ് ആണ്. ഐ പ്രോമിസ് ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു, അത് മെയിൻ ക്ലോസ്. അടുത്തത് ഇഫ് ഹിസ് ഫാദർ ഹാഡ് നോട്ട് scolded him, if his father had not scolded him, അത് if clause ആണ്. മെയിൻ clause, he would not have got this opportunity. But if you want I will train you, if you participate and win the race I promise I will start training you. ഇത് രണ്ടും ആദ്യത്തെ കണ്ടീഷനാണ്, പ്രോബബിൾ കണ്ടീഷൻ ഓർ ലൈക്ക്ലി കണ്ടീഷൻ. ഇനി ഇഫ് ഹിസ് ഫാദർ ഹാഡ് നോട്ട് സ്കോൾഡഡ് ഹിം, അവിടെ ഹാഡും സ്കോൾഡഡും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇഫിൻ്റെ തേർഡ് കണ്ടീഷനാണ്. ഇഫ് ഹിസ് ഫാദർ ഹാഡ് നോട്ട് സ്കോൾഡഡ് ഹിം, അത് ഇഫ് ക്ലോസും. he would not have got this opportunity, അത് മെയിൻ ക്ലോസുമാണ്. അത് ഇഫിൻ്റെ തേർഡ് കണ്ടീഷനാണ്, ഇംപോസിബിൾ കണ്ടീഷനാണ്. അടുത്തത് ഇഫ് ഓൺലി ഐ ടേക്ക് പ്ലേയിങ് ക്രിക്കറ്റ് സീരിയസ്ലി, അത് ഇഫ് ക്ലോസും. I should do so, അത് മെയിൻ ക്ലോസുമാണ്. if only I took എന്നാണ്. if only I took playing cricket seriously I should do so. if only I take അല്ല, if only I took playing cricket seriously, അത് സെക്കൻഡ് കണ്ടീഷനാണ്. if only I took playing cricket seriously I should do so, അവിടെ should വന്നിരിക്കുന്നതുകൊണ്ട് സെക്കൻഡ് കണ്ടീഷനാണ്. ഇത്രയാണ് ഒരു ബ്ലാങ്കിൽ എഴുതാനുള്ളത്. തൊട്ട് താഴെ ഇഫ് ഐ പ്രാക്ടീസ് വെൽ I will win. അവിടെ if എന്ന് പറയുന്ന if I practice well, if clause, if I practice well I will win. I will win മെയിൻ ക്ലോസ്, അത് ലൈക്ക്ലി കണ്ടീഷനാണ്. അടുത്തത് if I did not fall down I would win. if I did not fall down എന്താണ് ഇഫ് ക്ലോസും. ഐ വുഡ് വിൻ മെയിൻ ക്ലോസുമാണ്. അതെന്ന് പറയുന്നത് സെക്കൻഡ് കണ്ടീഷനാണ്. അത് ആദ്യത്തേത് ലൈക്ക്ലി കണ്ടീഷൻ അല്ലെങ്കിൽ പ്രോബബിൾ കണ്ടീഷൻ. ഇഫ് ഐ ഡിഡ് നോട്ട് ഫോൾ ഡൗൺ ഐ വുഡ് വിൻ. അവിടെ ഇഫ് ഐ ഡിഡ് നോട്ട് ഫോൾ ഡൗൺ ഐ വുഡ് വിൻ എന്നുള്ളത് സെക്കൻഡ് കണ്ടീഷനാണ്. ഐഫിൻ്റെ ഭാഗം വരുന്ന ഇഫ് ക്ലോസും ഐ വുഡ് വിൻ എന്ന് പറയുന്ന മെയിൻ ക്ലോസുമാണ്. അവിടെ എഴുതേണ്ടത്
ഇംപ്രോബബിൾ കണ്ടീഷൻ. ആദ്യത്തത് പ്രോബബിൾ കണ്ടീഷൻ, രണ്ടാമത്തത് ഇംപ്രോബബിൾ കണ്ടീഷൻ. ഇഫ് ഐ ഹാഡ് നോട്ട് ഫോളൺ I would have won. Third one. If I had not fallen, അവിടെ ഹാഡും ഫോളനും ഇത്രയും വന്നിട്ടുണ്ട്. ഇഫ് ഐ ഹാഡ് നോട്ട് ഫോളൺ എന്ന് പറയുന്നത് ഇഫിൻ്റെ കുളത്തിൽ എഴുതണം. ഐ വുഡ് ഹാവ് വൺ, അത് മെയിൻ ക്ലോസ് ആണ്. അത് ഇംപോസിബിൾ കണ്ടീഷനാണ്. ഇത്രയും ടെക്സ്റ്റിലെ എക്സസൈസാണ്. ഇനി പേജ് 38 6 പടം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തരുൺ, ഇഫ് ഐ ഹാഡ് പ്രാക്ടീസ്ഡ് ബിഫോർ, ഞാൻ മുമ്പേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇഫ് ഐ ഹാഡ് പ്രാക്ടീസ്ഡ് ബിഫോർ, ഹാഡും അവിടെ V3 വരുന്നുണ്ട്. ഞാൻ ജയിച്ചേനെ. ഐ വുഡ് ഹാവ് വൺ. ഇഫ് ഐ ഹാഡ് പ്രാക്ടീസ്ഡ് ബിഫോർ ഐ വുഡ് ഹാവ് വൺ. പേജ് 38 തരുൺ പറയുന്നതാണ്. ഞാൻ നേരത്തെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഞാൻ മുമ്പേ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ജയിച്ചിട്ടുണ്ടാകുമായിരുന്നേനെ, ആ രീതിയിൽ പറയുന്നതാണ്. അപ്പം ഇഫ് ഐ ഹാഡ് പ്രാക്ടീസ്ഡ് ബിഫോർ, അത് ഇഫ് കണ്ടീഷൻ. ഐ വുഡ് ഹാവ് വൺ, വുഡ് ഹാവും V3 വന്നിട്ടുണ്ട്. അപ്പം അവിടെ ഐ വുഡ് ഹാവ് വൺ എന്ന് പറയുന്ന മെയിൻ ക്ലോസും അത് ഇംപോസിബിൾ കണ്ടീഷനുമാണ്. ഇനി തരുണിൻ്റെ അമ്മ, ഇഫ് രാംനാരായൺ ട്രെയിൻസ് മൈ സൺ, രാംനാരായൺ എൻ്റെ മകനെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ഹി വിൽ വിൻ, ഫസ്റ്റ് കണ്ടീഷനാണ്. രാംനാരായൺ എൻ്റെ മകനെ ട്രെയിൻ ചെയ്താൽ അവൻ ജയിക്കും. രാംനാരായൺ എൻ്റെ മകനെ ട്രെയിൻ ചെയ്താൽ അവൻ ജയിക്കും. ഇഫ് രാംനാരായൺ ട്രെയിൻസ് മൈ സൺ ഹി വിൽ വിൻ, അത് ഫസ്റ്റ് കണ്ടീഷനാണ്, ലൈക്ക്ലി കണ്ടീഷനാണ്. അടുത്തത് ഫാദർ വരൻ, ഇഫ് മൈ സൺ സ്റ്റഡീഡ് വെൽ എന്നാണ്, ഹാഡില്ല. ഇഫ് മൈ സൺ സ്റ്റഡീഡ് വെൽ ഹി വുഡ് പാസ്, എൻ്റെ മകൻ പഠിച്ചിരുന്നുവെങ്കിൽ അവൻ ജയിച്ചേനെ. അപ്പം ഇഫ് മൈ സൺ സ്റ്റഡീഡ് വെൽ, അത് നന്നായിട്ട് പഠിച്ചിരുന്നുവെങ്കിൽ അവൻ ജയിച്ചേനെ. ഹി വുഡ് വിൻ, അതാണ് തരുണിൻ്റെ അച്ഛൻ പറയുന്നത്. അപ്പം അത് രണ്ടാമത്തേതാണ്, രണ്ടാമത്തെ കണ്ടീഷനാണ് അൺലൈക്ക്ലി കണ്ടീഷൻ ഓർ ഇംപ്രോബബിൾ കണ്ടീഷൻ. ഇനി രാംനാരായൺ പറയുന്നത്, ഇഫ് ഹി ഹാഡ് നോട്ട് ഫോളൺ തരുൺ വുഡ് ഹാവ് ബീൻ ദ ചാമ്പ്യൻ, തരുൺ അവൻ വീണില്ലായിരുന്നുവെങ്കിൽ തരുൺ ആയിരിക്കും ചാമ്പ്യൻ ആകേണ്ടിയിരുന്നത്. തരുൺ വീണിട്ടുണ്ടായിരുന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അവൻ ചാമ്പ്യൻ ഉണ്ടായിരിക്കുമായേനെ. അവൻ വീണിട്ടുണ്ടായിരുന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അവൻ ചാമ്പ്യനായി മാറിയിരിക്കാമായിരുന്നേനെ, ആ രീതിയിലാണ്. ഇഫ് ഹി ഹാഡ് നോട്ട് ഫോളൺ, അപ്പോൾ തേർഡ് കണ്ടീഷനാണ്. ഹാഡും ഫോളൺ, ഫോളിൻ്റെ V3 വരെ. ഇഫ് ഹി ഹാഡ് നോട്ട് ഫോളൺ തരുൺ വുഡ് ഹാവ് ബീൻ ദ ചാമ്പ്യൻ, അത് ഇംപോസിബിൾ കണ്ടീഷനാണ്. ഇനി
പവൻ പറയാണ്, ഇഫ് തരുൺ ഹാഡ് നോട്ട് ഫോളൺ, തരുൺ വീണില്ലായിരുന്നുവെങ്കിൽ, വീണിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ജയിച്ചിട്ടുണ്ടായിരിക്കുമായിരുന്നു. ഐ വുഡ് ഹാവ് ബീൻ ദ ചാമ്പ്യൻ. അല്ലെങ്കിൽ ഇഫ് തരുൺ ഹാഡ് നോട്ട് ഫോളൺ ഐ വുഡ് നോട്ട് ഹാവ് ബീൻ ദ ചാമ്പ്യൻ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ എഴുതാം. ഇഫ് തരുൺ ഹാഡ് നോട്ട് ഫോളൺ, തരുൺ വീണില്ലായിരുന്നുവെങ്കിൽ എനിക്കൊരിക്കലും ചാമ്പ്യൻ ആകാൻ കഴിയുമായിരുന്നില്ല. ഇഫ് തരുൺ ഹാഡ് നോട്ട് ഫോളൺ ഐ വുഡ് നോട്ട് ഹാവ് ബീൻ ദ ചാമ്പ്യൻ. അതാണ് പവൻ പറയുന്നത്. അടുത്ത ലാസ്റ്റ് വൺ, തരുൺസ് ബ്രദർ. ഇഫ് ഐ ഹാഡ് ഗോൺ ടു ദ നെഹ്റു സ്റ്റേഡിയം, ഞാൻ നെഹ്റു സ്റ്റേഡിയത്തിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഞാൻ നെഹ്റു സ്റ്റേഡിയത്തിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ തരുൺ വുഡ് ഹാവ് ബീൻ ദ ചാമ്പ്യൻ, തരുൺ ചാമ്പ്യൻ ആകുമായിരുന്നിട്ടുണ്ടായിരുന്നേനെ. ആ രീതിയിലാണ് വരുന്നത്. അപ്പൊ താഴെ രാംനാരായൺ, പവൻ, അതുപോലെ ബ്രദർ, തരുൺസ് ബ്രദർ, ഇത് മൂന്നും തേർഡ് കണ്ടീഷനാണ്, ഇംപോസിബിൾ കണ്ടീഷനാണ്. അപ്പം രാംനാരായൺ പറയാണ്, ഇഫ് ഹി ഹാഡ് നോട്ട് ഫോളൺ തരുൺ വുഡ് ഹാവ് ബീൻ ദ ചാമ്പ്യൻ. അതുപോലെ പവൻ പറയാണ്, ഇഫ് തരുൺ ഹാഡ് നോട്ട് ഫോളൺ ഐ വുഡ് നോട്ട് ഹാവ് ബീൻ ദ ചാമ്പ്യൻ. തരുൺ വീണിട്ടുണ്ടായിരുന്നിട്ടില്ലെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ചാമ്പ്യൻ ആകുമായിരുന്നിട്ടുണ്ടാവില്ല. ആ രീതിയിലാണ്. ഞാൻ ബ്രദർ പറയണം തരുണിന്റെ, ഞാൻ നെഹ്റു സ്റ്റേഡിയത്തിൽ പോയിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ തരുൺ ചാമ്പ്യൻ ആകുമായിരുന്നു. ആ രീതിയിലാണ്, ഒരിക്കലും സംഭവിക്കാത്ത രീതിയിലാണ് അത് പറയുന്നത്. അപ്പം രാംനാരായൺ, പവൻ, തരുൺസ് ബ്രദർ, ഇവർ മൂന്ന് പേരും പറയുന്നത് പേജ് നമ്പർ 38. അത് മൂന്നും ഇഫിൻ്റെ തേർഡ് കണ്ടീഷനാണ്, ഇംപോസിബിൾ കണ്ടീഷനാണ്. അപ്പോൾ ഇത് മദർ പറയുന്നത് ഫസ്റ്റ് കണ്ടീഷൻ, രാംനാരായൺ എൻ്റെ മകനെ പരിശീലിപ്പിച്ചാൽ അവൻ ജയിക്കും. അടുത്ത അച്ഛൻ പറയാണ്, എൻ്റെ മകൻ നന്നായി പഠിച്ചിരുന്നുവെങ്കിൽ അവൻ ജയിച്ചേനെ. അതുപോലെ തരുൺ പറയാണ്, ഞാൻ മുമ്പേ തന്നെ പരിശീലിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ജയിച്ചിട്ടുണ്ടാകുമായിരുന്നിട്ടുണ്ടായിരുന്നേനെ. ഇഫ് ഐ ഹാഡ് പ്രാക്ടീസ്ഡ് ബിഫോർ, അവിടെ ഹാഡും V3 വരുന്നുണ്ട്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഹാഡ് കഴിഞ്ഞിട്ട് ഒരു V3 വെർബ് കിടക്കുകയാണ്, വെർബിന്റെ V3 കിടക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും തേർഡ് കണ്ടീഷൻ ആയിരിക്കും. മെയിൻ ക്ലോസിൽ വുഡ് ഹാവും V3 വെച്ചാണ് എഴുതാൻ. അതല്ല വെറും പാസ്റ്റ് ടെൻസ് ഹാഡ് മാത്രം കിടന്നാലും സെക്കൻഡ് കണ്ടീഷനാണ്. ഹാഡിൻ്റെ കൂടെ V3 കൂടെ വന്നാലേ അത് തേർഡ് കണ്ടീഷൻ ആകൂ. പല കുട്ടികളും അത് തെറ്റിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിന് എക്സസൈസ് ചെയ്യുക. പേജ് നമ്പർ 36 നിന്നും ഇഫ് ക്ലോസ് കണ്ടുപിടിച്ചിട്ട് പേജ് നമ്പർ 37 ഫില്ല് ചെയ്യണം. അതുപോലെ പേജ് 38 കിടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടി ഇട്ട് കാണുക. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം. ഇഫിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് സാധ്യതയുള്ള കണ്ടീഷൻ, പ്രോബബിൾ കണ്ടീഷൻ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്, നീ പഠിച്ചാൽ നീ ജയിക്കും. അടുത്ത, ഇഫ് യു വൺ ദ ലോട്ടറി
യു വുഡ് ബൈ എ കാർ. നിനക്ക് ലോട്ടറി അടിക്കുകയാണെങ്കിൽ നീ ഒരു കാറ് വാങ്ങിയേനെ. ഇഫ് ദ ഡ്രൈവർ ഹാഡ് സീൻ ദ സിഗ്നൽ, ഡ്രൈവർ സിഗ്നൽ കണ്ടിട്ടുണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാകും. ഈ രീതിയിൽ അസംഭവ്യമായ കാര്യമാണ് തേർഡ് കണ്ടീഷനിൽ പറയുന്നത്. ആദ്യത്തെ കണ്ടീഷനിൽ നടക്കാൻ സാധ്യതയുള്ള ലൈക്ക്ലി കണ്ടീഷൻ ഓർ പ്രോബബിൾ കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് വെറും സാങ്കല്പികമാണ്, നടക്കാൻ സാധ്യതയില്ലാത്ത അൺലൈക്ക്ലി ഓർ ഇംപ്രോബബിൾ ഓർ ഇമാജിനറി കണ്ടീഷൻ. തേർഡ് എന്ന് പറയുന്നത് ഒട്ടും സംഭവിക്കില്ല, സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല, അസംഭവ്യമായ കാര്യങ്ങളാണ് ഇംപോസിബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇഫിൻ്റെ കണ്ടീഷൻസ്. താങ്ക് യു.